ഹായ് ഓൾ, ഞാൻ അശ്വതി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് നോക്കുന്നത് മാർഗരറ്റ് അറ്റ്വുഡ് എഴുതിയിട്ടുള്ള ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോയമാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന പോയം പല അർത്ഥങ്ങൾ നമ്മളോട് കൺവേ ചെയ്യുന്നൊരു പോയമാണ്. ഒരു സ്ത്രീ എങ്ങനെയൊക്കെ പുരുഷാധിപത്യമുള്ള ഒരു സൊസൈറ്റിയിൽ അവൾ എങ്ങനെയൊക്കെ അറിയപ്പെടാതെ പോകുന്നു, അവൾ എങ്ങനെയൊക്കെ തളച്ചിടപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ റൈറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ്വുഡ് എന്ന് പറയുമ്പോൾ ഒരു ഫെമിനിസ്റ്റ് റൈറ്റർ ആണെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് പോയവുമാണ്. അതുകൊണ്ടല്ല, ഈ പോയത്തിൽ കൺവേ ചെയ്യുന്ന മീനിങ് ഒരു സ്ത്രീ എങ്ങനെയാണ് അവളുടെ കഴിവുകളൊന്നും പുറത്തേക്ക് വരാതെ ആ ഒരു സൊസൈറ്റിക്കുള്ളിൽ അവൾ ഉയർന്നു വരാതെ അവിടെ എങ്ങനെ ആ സൊസൈറ്റിയിൽ താഴ്ന്നു കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോയറ്റിനെ പറ്റി നോക്കാം. മാർഗരറ്റ് അറ്റ്വുഡ് ഒരു കനേഡിയൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, എസ്സേയിസ്റ്റാണ്, ടീച്ചറാണ്, എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്, ഇൻവെൻറ്ററാണ്. അങ്ങനെ പല രീതിയിൽ ഫേമസ് ആണ്. 2 തവണ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, 2000-ലും 2019-ലും. 2000-ൽ ദ ബ്ലൈൻഡ് അസാസിയനും 2019-ൽ ദ ടെസ്റ്റിമെൻറ്റിനുമാണ് ബുക്കർ പ്രൈസ് കിട്ടിയത് കേട്ടോ. 2000-ൽ ദ ബ്ലൈൻഡ് അസാസിയൻ, 2019 ദ ടെസ്റ്റിമെൻറ്റ്സ്. മാർഗരറ്റ് എലേനർ അറ്റ്വുഡ് എന്നാണ് ഫുൾ നെയിം. ജനിക്കുന്നത് നവംബർ 18, 1939-ലാണ്. 1961 മുതൽ അറ്റ്വുഡ് 18 ബുക്സ് ഓഫ് പോയട്രിയും 18 നോവൽസും 11 ബുക്സ് ഓഫ് നോൺ ഫിക്ഷനും 9 കളക്ഷൻ ഓഫ് ഷോർട്ട് ഫിക്ഷനും 8 ചിൽഡ്രൻ ബുക്സും പിന്നെ 2 ഗ്രാഫിക് നോവൽസ്, അതേപോലെ നമ്പർ ഓഫ് സ്മോൾ പ്രസ് എഡിഷൻ ഓഫ് ബോത്ത് പോയട്രി ആൻഡ് ഫിക്ഷൻ, ഇത്രയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബുക്കർ പ്രൈസ് കൂടാതെ വേറെ ഒത്തിരി അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആർതർ സി ക്ലർക്ക് അവാർഡ്, ഗവർണർ ജനറൽ അവാർഡ്, ഫ്രാൻസിസ് കാഫ്ക പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ്, ദ നാഷണൽ ബുക്ക് ക്രിട്ടിക് അവാർഡ്, പെൻ സെൻറ്റർ USA ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ അറ്റ്വുഡിൻ്റെ ഒത്തിരി വർക്ക്സ് ടെലിവിഷനിലേക്കും ഫിലിംസിലേക്കും ഒക്കെ വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജെൻഡർ, ഐഡൻറ്റിറ്റി, റിലീജിയൻ, മിത്ത്, ദ പവർ ഓഫ് ലാംഗ്വേജ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് പവർ പൊളിറ്റിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ഫെമിനിസ്റ്റ് റൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് അറ്റ്വുഡിന് ഈ ഫെമിനിസ്റ്റ് റൈറ്റർ എന്ന് ആ ഒരു ടൈറ്റിൽ കൊടുത്ത് വിളിക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. Many of her poems are inspired by myth and fairy tale which interested her from a very early age. അതുപോലെ ഗ്രിഫ്റ്റൺ പോയട്രി പ്രൈസ് ആൻഡ് റൈറ്റർ ട്രസ്റ്റ് ഓഫ് കാനഡ, ഇത് രണ്ടിൻ്റെയും ഫൗണ്ടറാണ് അറ്റ്വുഡ്. ഷീ ഈസ് ഓൾസോ എ സീനിയർ ഫെല്ലോ ഓഫ് മാസി കോളേജ് ടൊറോണ്ടോ. ലോങ് പെൻ ഡിവൈസിൻ്റെ ഇൻവെൻറ്ററാണ് അറ്റ്വുഡ് ആൻഡ് അസോസിയേറ്റഡ് ടെക്നോളജി ദാറ്റ് ഫെസിലിറ്റേറ്റ് റിമോട്ട് റോബോട്ടിക് റൈറ്റിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇത്രയൊക്കെയാണ് മാർഗരറ്റ് അറ്റ്വുഡിനെ പറ്റി പറയാനുള്ളത്. പോയത്തിനെ പറ്റി പറഞ്ഞാൽ ടോട്ടൽ 26 ലൈൻസ് ആണ് ഈ പോയത്തിനുള്ളത്. മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പോയട്രി കളക്ഷൻ ആയിട്ടുള്ളത് സർക്കിൾ ഗെയിമിലാണ് ഇത് അപ്പിയർ ആയിട്ടുള്ളത്. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1964 ആൻഡ് ഇറ്റ് വോൺ ദ ഗവർണർ ജനറൽ അവാർഡ് ഇൻ 1966. The collection explores several tension as well as dualities such as the duality between men and women and perception and reality. ഈ പോയം ഡെഫിനറ്റ്ലി നമുക്കൊരു ഫെമിനിസ്റ്റ് പോയം എന്ന് പറയാൻ പറ്റും. പിന്നെ ഈ പോയം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവം, കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, മേ ബി അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസൊക്കെ ഇല്ലേ, ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അതായത് ചില സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കൊരു എൻഡിങ് ഇല്ലാത്ത പോലെ തോന്നില്ലേ, അതുപോലെയൊക്കെ തോന്നുന്ന ഒരു പോയമാണിത്. ഇതിൽ ഫെമിനിസം തന്നെയാണ് പറയുന്നത്, ഒരു സ്ത്രീ എങ്ങനെ തളക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. പിന്നെ ഇതിൽ ടോട്ടൽ 26 ലൈൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തെ 14 ലൈൻസ് അതൊരു സെക്ഷൻ, ദെൻ ഒരു 2 ലൈൻ, പിന്നെ ബാക്കിയുള്ള ലൈൻസ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ആദ്യത്തെ 14 ലൈൻസ് ഒരു സോണറ്റ് പോലെയല്ലേ, സോണറ്റ് പോലെ 14 ലൈൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഷീ ഡിസ്ക്രൈബ്സ് ഹെർ ഫോട്ടോ. ആ 14 ലൈൻ വരെ പ്രോബ്ലം ഒന്നുമില്ല. അത് കഴിഞ്ഞാണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഫീലിംഗ് നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, ഒരു ആൻസർ കിട്ടാത്ത പോലെ തോന്നും. ഇത് ദ സർക്കിൾ ഗെയിം എന്ന പോയട്രി കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. പിന്നെ ഈ പാട്രിയാർക്കിക് സൊസൈറ്റി ഓർ മെയിൽ ഓറിയൻറ്റഡ് സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകളെ തരം താഴ്ത്തുന്നത്, അവരുടെ കഴിവുകൾ കുറച്ച് കാണുന്നത്, അവരുടെ കഴിവുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാതിരിക്കുന്നു,
അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ കഴിവുകൾ പുറം ലോകം അറിയാതെ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയട്രിയിൽ പറയുന്നത്. ഓക്കെ, സിമ്പിൾ പോയമാണ്, കുറച്ച് ലൈൻസേ ഉള്ളൂ, പക്ഷേ ഒത്തിരി മീനിങ് കൺവേ ചെയ്യുന്നൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ അനാലിസിസ് നോക്കാം. ലൈൻസ് 1 to 5. It was taken some time ago. At first, it seems to be a smeared print, blurred line and grey flick blended with the paper. This is a photograph of me begins with the description of a photograph of the speaker. From the preliminary description, the identity of the narrator is not clear. Just like the hazy picture, the description does not give a clear answer to all. As the poem appears in Atwood poetry collection The Circle Game, it seems the speaker can be a child. The title of the poem acts as the first line of the piece. It helps reader to understand what the first stanza is all about. The poetic persona or speaker point at the photograph by saying it was taken a few years ago. It had a smeared print just like one can see in an old photograph. Besides, there are a few hazy lines on it. Some grey flicks are blended with the paper of it. It features create an image of the photograph that belongs to an old family album. Atwood uses this epithet such as blurred and grey to help readers to imagine the appearance of the photo. After reading the next few lines, they can imagine what there in it. സ്പീക്കറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ സ്റ്റാൻസയിൽ പറയുന്നത്. ഈ ലൈൻ 1 to 5 പറയുന്നത് ഒരു പ്രിലിമിനറി ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. ഈ ഡിസ്ക്രിപ്ഷനൊന്നും നമുക്കൊരു ക്ലിയർ ഇമേജ് തരുന്നില്ല. ഇതിൻ്റെ ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് ദ ഫസ്റ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്യാം. ആ ടൈറ്റിൽ എന്താണ് പറയുന്നത്, ഈ പോയത്തിൻ്റെ ഓവറോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻസയിലേക്ക് നോക്കിയാൽ അതിൽ പറയുന്നത് ഇറ്റ് വാസ് ടേക്കൻ സം ടൈം എഗോ എന്നാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫ് എടുത്തത് കുറച്ചധികം സമയങ്ങൾക്ക്, ഒരു വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കിയാൽ ഇതൊരു സ്മിയേർഡ് മീൻസ് എന്താ, സ്മിയേർഡ് എന്ന് പറഞ്ഞാൽ മങ്ങിപ്പോവുക. അത് നമ്മുടെ പണ്ടത്തെ പിക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മുടെ കുഞ്ഞിലത്തെ പിക്കൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആൽബം ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കുറച്ച് പൂപ്പലൊക്കെ പിടിച്ച് ആ ഒരു കളർ കുറച്ചുകൂടെ മങ്ങി ഒരു യെല്ലോയിഷ് കളർ വന്ന്, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയിലായില്ലേ, അതിനൊരു ക്ലാരിറ്റി നഷ്ടപ്പെട്ട പോലത്തെ ഒരു മാർക്സൊക്കെ വന്ന ആ ഒരു പഴയ ഫോട്ടോ പോലത്തെ ഒരു സ്മിയേർഡ് പിക്കാണ് ഈ ഫോട്ടോഗ്രാഫ്. അത്രത്തോളം പഴയ ഫോട്ടോ, അതായത് ഒരു ഗ്രേ ഫ്ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേ ഫ്ലിക്ക് എന്ന് പറയുന്നത് അത് അത്രത്തോളം നാശം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം വീക്കൻ ആയിപ്പോയിട്ടുള്ള ഒരു ഗ്രേ ഫ്ലിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേപ്പർ എന്താ, ആ പേപ്പർ ഇതുമായിട്ട് ആ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ആ പതിഞ്ഞിരിക്കുന്ന ആ ഒരു പേപ്പറില്ലേ, അതും അത്രമാത്രം പഴകിയ പോലത്തെ ഒരു പേപ്പറാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാർക്സൊക്കെ ബ്ലെൻഡായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 ലൈനിൽ ഈ ഫോട്ടോഗ്രാഫ് അത്രമാത്രം പഴയതായി എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ആ ഫോട്ടോഗ്രാഫിൻ്റെ അവസ്ഥ എന്താണ്, അത് എത്രത്തോളം പഴയതാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു 1 to 5 ലൈൻസിൽ പറഞ്ഞേക്കുന്നത്. ലൈൻ 6 to 12. Then as you scan it, you can see the left hand corner, a thing that like a branch, part of a tree, balsam or spruce, emerging, and to the right, halfway up, what out to be a gentle slope, a small frame house. This section is connected with the previous stanza as it reveals a few characteristics of the image. Here, Atwood speaker converses directly with the readers. This one-side conversation gives the piece an outlook of a dramatic monologue. The narrator welcomes the image what it is there in the photograph, and in the left corner there is a thing appear like a branch of a tree. It seems here the speaker is referring to her family tree. She is an integral part of the image like a branch of a tree. Whatsoever, the emerging branch can be balsam or spruce. As the image is blurred, it is hard to say what the tree is there. While on the right side there is a small house. The onlookers do not have to move their eyes all the way along the right. It appears just halfway to the right. The speaker might be a member of that house. It is a hazy image. The house appears to be a gentle slope, so reader have to imagine this slope is a reflection of that house.
അതായത് പ്രീവിയസ് ലൈനുമായിട്ടൊരു കണക്ഷൻ ഈ ലൈനുണ്ട്. പിന്നെ ഒരു വൺ സൈഡ് കോൺവെർസേഷൻ പോലെയാണല്ലോ ഇവിടെ സ്പീക്കർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രമാറ്റിക് മോണലോഗ് എഫക്റ്റും ഈ ഒരു പോയത്തിനുണ്ട്. ആൻഡ് നറേറ്റർ ആ ഫോട്ടോഗ്രാഫിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുകയാണ്. ഈ ലൈൻസിൽ ആസ് യു സ്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഓർ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നോക്കിയാൽ ആ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഒരു ബ്രാഞ്ച് പോലെ എന്തോ കാണാൻ സാധിക്കും. എ തിങ് ദാറ്റ് ഈസ് ലൈക്ക് എ ബ്രാഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഞ്ച് പോലെ, തിങ് ദാറ്റ് ഈസ് എ ബ്രാഞ്ച് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് പോലെ എന്തോ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു ട്രീയുടെ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു ട്രീയുടെ ബ്രാഞ്ച് ആയിരിക്കുമല്ലോ. ആ ഫോട്ടോ അത്ര ക്ലിയർ അല്ല, അതൊരു ബ്ലേർഡായ ഫോട്ടോയാണ്. അതുകൊണ്ട് തന്നെ ട്രീയുടെ ബ്രാഞ്ച് പോലെ ഒന്നാണ് കാണാൻ സാധിക്കുന്നത്. അതവളുടെ ഫാമിലി ട്രീ ആണെന്നും ഫാമിലി ട്രീയിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അറ്റ്വുഡ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. പക്ഷേ വേറൊരു തലത്തിൽ പറയുകയാണെങ്കിൽ മേ ബി അതൊരു ബ്രാഞ്ച് ആയിരിക്കും. ഇവിടെ പോയിട്ട് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് ബാൽസ്യം അല്ലെങ്കിൽ സ്പ്രൗസ്. മേ ബി ഈ ട്രീയുടെ ബ്രാഞ്ച് ഒരു ബാൽസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സ്പ്രൗസിൻ്റെയോ ബ്രാഞ്ച് ആയിരിക്കും ആ ഫോട്ടോഗ്രാഫിൻ്റെ സൈഡിൽ കാണുന്നത്. അതായത് ആ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണുള്ളത്. ഒരു ഫോട്ടോഗ്രാഫിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം, ബാക്ക്ഗ്രൗണ്ടിങ്ങും ഫോർഗ്രൗണ്ടിങ്ങും. ഫോർഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. നമ്മൾ ഒരു ആ ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ കാണുന്ന കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം ബ്യൂട്ടിഫുൾ ആവുന്നോ അത്രമാത്രം ആ ഒരു ഫോട്ടോയും ബ്യൂട്ടിഫുൾ ആവും, ഇല്ലേ? ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങളോട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ എവിടേക്ക് ഓരോരുത്തർ ഫോട്ടോഷൂട്ടിന് പോകുന്നത്, അത്രക്കും നേച്ചർ അല്ലെങ്കിൽ അത്രയ്ക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നോക്കിയേ നമ്മൾ ഫോട്ടോ എടുക്കുള്ളൂ. കാരണം ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിന് ആ ഫോട്ടോയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്താണ് ഈ ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫോർഗ്രൗണ്ടിങ്? അതായത് ആ ഒരു ഫോർഗ്രൗണ്ട് ചെയ്യപ്പെടുന്ന വസ്തു. അതായത് ഇപ്പോൾ എൻ്റെ ഫോട്ടോയാണ് എടുക്കുന്നത്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ എന്നെയാണ് അവിടെ ഫോർഗ്രൗണ്ട് ചെയ്യുന്നത്, ഞാനാണ് ആ ഫോർഗ്രൗണ്ട് ചെയ്യപ്പെടുന്ന വസ്തു എന്ന് പറയുന്നത്. പുറകെ കാണുന്ന ബീച്ചാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർഗ്രൗണ്ട് ചെയ്യപ്പെടുന്ന ആ വസ്തുവിനെ ഭംഗി കൂട്ടുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനും അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് സംഭവം, എവിടെയാണ് സംഭവം നടക്കുന്നതെന്നുള്ളത് നമുക്കൊരു സൂചന തരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടാണ്, അല്ലേ? അപ്പോൾ ഇതിൽ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഒരു മരത്തിൻ്റെ ബ്രാഞ്ച് പോലെ തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് കാണാം. അതേപോലെ റൈറ്റ് സൈഡിൽ എന്തോ കാണുന്നുണ്ട്, ഒരു ജെൻറ്റിൽ സ്ലോപ്പാണ്, ഒരു വാലി പോലെ എന്തോ കാണുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞു ഈ ഫോട്ടോഗ്രാഫ് അത്ര ക്ലിയർ അല്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗസ് ചെയ്യണം, ഒരു സ്ലോപ്പ് ആയിരിക്കണം, വാലി ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്യുവാണ്. പിന്നെ എന്താ ഉള്ളത്, ഒരു സ്മോൾ ഫ്രെയിം ഹൗസ് ഉണ്ട്, ഒരു സ്മോൾ ഫ്രെയിം ഹൗസ് അവിടെ കാണാം. മേ ബി ഹൗസിലെ ഒരു മെമ്പർ ആയിരിക്കാം സ്പീക്കർ. അതും പോയത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ലൈൻസ് 13 to 18 നോക്കാം. In the background there is a lake and beyond that some low hills. The photograph was taken the day after I drowned. I am in the lake in the center of the picture, just under the surface. From this section the description became clearer. At the first, reader have thought it is an all family photograph of the child. From the previous stanza it is clear there is none of them except a branch of a tree and small house. In this section Atwood depict the background of the image showing a lake. Beyond it there are some low hills. It can be referred to that the speaker might live in that place or somewhere nearby. From line 15 there is a roundabout shift. In this subject matter it topples the mental image of the photograph in a reader's mind. In these lines, the speaker casually says that it was the photograph taken after her death. To be specific, it was taken the day after she drowned. Till now, it is not clear where the speaker is in that photograph according to her. She is in the lake. Her description takes that the center just under the surface. So the photograph was taken from outside the lake. She may be portraying her location. ഈ ഒരു ലൈൻസിൽ ഡിസ്ക്രിപ്ഷൻ കൂടുതൽ നമുക്ക് ക്ലിയർ ആക്കി തരുവാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്താണ് ആ ഫോട്ടോഗ്രാഫ് എന്നുള്ളത് നമുക്ക് കൂടുതൽ ക്ലിയർ ആക്കി തരുവാണ്. ആദ്യം നമ്മൾ ആ കുട്ടിയുടെ ഒരു പഴയ പിക്കാണ് എന്ന് മാത്രമാണ് വിചാരിച്ചിരുന്നത്, അല്ലേ? പിന്നീട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബ്രാഞ്ച് പോലെ എന്തോ ഉണ്ട്, റൈറ്റ് സൈഡിലൊരു ഇറ്റ് ഔട്ട് ടു ബി എ ജെൻറ്റിൽ സ്ലോപ്പ്, ഔട്ട് ടു എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ
പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്രെയിം ഹൗസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ലൈൻസിൽ പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദർ ഈസ് എ ലേക്ക്, അതായത് ഇതിൻ്റെ പുറകിൽ നമുക്കൊരു ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ദർ ഈസ് എ ലോ ഹിൽസ് ആൻഡ് ചെറിയ ചെറിയ കുന്നുകളുമുണ്ട്. ഇവിടെ ഈ ലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറയുന്നത് ബ്രാക്കറ്റിലാണ്, ദ ഫോട്ടോഗ്രാഫ് വാസ് ടേക്കൻ ദ ഡേ ആഫ്റ്റർ ഐ ഡ്രോൺഡ്. അതായത് ഇപ്പോൾ ഇവൾ പറഞ്ഞ ഇമേജ് നോക്കിയേ, ഒരു ലേക്കിൻ്റെ സൈഡിൽ കുറച്ച് ബ്രാഞ്ചസ്, ഇപ്പുറത്തെ സൈഡിലൊരു സ്ലോപ്പിൻ്റെ മേളിൽ ഒരു ചെറിയ ഫ്രെയിം ഹൗസ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ലോ ഹില്ല് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുന്നുകൾ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ലോ ഹിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയോടൊരു പടം വരക്കാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയോടൊരു പടം വരക്കാൻ പറഞ്ഞാൽ ആ കുട്ടി ആദ്യം വരയ്ക്കുന്നത് എന്തായിരിക്കും? ഒരു മലയിൽ ഉദിച്ചു വരുന്ന സൂര്യൻ, സൈഡിൽ രണ്ടിടത്തും, പിന്നെ അതിന് അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു മരത്തിൻ്റെ ബ്രാഞ്ച്, ചെറിയൊരു വീട്, ഒരു ലേക്ക്, ഇതൊക്കെയല്ലേ ഒരു കുഞ്ഞിക്കുട്ടി വരയ്ക്കുന്ന പിക്ചർ. അതേപോലത്തെ ഒരു പിക്ചർ തന്നെയാണ് ഇവിടെയും ഈ പോയറ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഫോട്ടോഗ്രാഫ് വാസ് ടേക്കൻ ദ ഡേ ആഫ്റ്റർ ഐ ഡ്രോൺഡ് എന്ന്. അതായത് ഞാൻ മുങ്ങി മരിച്ചതിന് ഒരു ദിവസം ശേഷം, ഞാൻ ഇന്ന് മുങ്ങി മരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മുങ്ങി മരിച്ചെങ്കിൽ ഇന്നെടുത്ത പിക്കാണ്. ഞാൻ മുങ്ങി മരിച്ചതിന് ഒരു ദിവസം, മുങ്ങി മരിച്ചു കഴിഞ്ഞതിൻ്റെ പിറ്റേന്നെടുത്ത പിക്കാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ലൈനിൽ ഇറ്റ് വാസ് ടേക്കൻ സം ടൈം എഗോ എന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് മുങ്ങി മരിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ഫോട്ടോ എടുക്കുന്നതെന്ന്. അപ്പോൾ ലേക്കിനെ പറ്റി പറഞ്ഞ ഉടനെയാണ് ഈ ഡ്രോണിനെ പറ്റി പറയുന്നത് അല്ലേ. ഈ ലേക്കിൽ സ്പീക്കർ മുങ്ങിക്കിടക്കുന്നുണ്ട്, അവരെ അവിടെ നിന്ന് ആരും ഇതുവരെ എടുത്തിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ സ്പീക്കർ ഇങ്ങനെ ലേക്കിൽ മുങ്ങിയ കാര്യവും ഫോട്ടോഗ്രാഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഓതർ മാർഗരറ്റ് അറ്റ്വുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവാതെ തന്നെ നമ്മളുടെ മൈൻഡിൽ വന്നൊരു കാര്യം, ആ മുങ്ങിക്കിടക്കുന്നത് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫ് ഒരു പെൺകുട്ടിയുടെയാണ് എന്നൊരു പിക്ചർ നമ്മളുടെ മനസ്സിൽ വന്നില്ലേ. ഓക്കെ, കാരണം എന്താണ്? മാർഗരറ്റ് അറ്റ്വുഡാണ് എഴുതിയേക്കുന്നത്, അദ്ദേഹം ഒരു ഫെമിനിസ്റ്റ് പോയറ്റാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ പെണ്ണാണ്, അതുകൊണ്ട് പെണ്ണിനെ സ്ത്രീയെ പറ്റിയായിരിക്കാൻ പറഞ്ഞിരിക്കുന്നു, ആ രീതിയിലൊരു ചിന്ത പോകും അല്ലേ. ഇപ്പോൾ ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള മുൻധാരണയും ഇല്ലാതെ നമ്മൾ ലിറ്ററേച്ചർ വായിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും കണ്ടീഷൻഡ് ആണ് അല്ലേ. അതായത് നമ്മൾ ആ കണ്ടീഷൻഡ് ആയിരിക്കുന്ന ആ ഒരു മൈൻഡിൽ കൂടെയാണ് ഒരു പോയം വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ലിറ്റററി വർക്ക് വായിക്കുമ്പോൾ നമ്മളുടെ ആ കണ്ടീഷനോട് ഒത്തു വരുന്ന രീതിയിലായിരിക്കും ആ വർക്കും വരുന്നത്. ഇപ്പോൾ അറ്റ്വുഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീയാണെന്നും ആ ഫോട്ടോഗ്രാഫ് ഒരു പെൺകുട്ടിയുടെ ആണെന്നും ഈ ഒരു ഫോട്ടോഗ്രാഫിൽ ഈ ഒരു പോയത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്രയും ലൈൻ വായിച്ചിട്ട് അതൊരു ഫീമെയിൽ ആണെന്നോ അതിൻ്റെ ജെൻഡർ ഫീമെയിൽ ആണെന്നോ അല്ലെങ്കിൽ അതൊരു കുട്ടിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് വന്നു ഇല്ലേ. ഓക്കെ, എന്തായാലും ഇവിടെ ലേക്കിൽ മുങ്ങി മരിച്ച സ്പീക്കർ ഉണ്ട് ആ ലേക്കറിൻ്റെ നടുവിൽ. ഇതിൽ നിന്ന് അവരെ ഇതുവരെയും എടുത്തിട്ടില്ല. സ്റ്റിൽ അവിടെ ആ ബോഡി ആ ലേക്കിൽ തന്നെ കിടപ്പുണ്ട്. ആ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലെ ഫോട്ടോഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫോട്ടോ ബ്ലേർഡ് ആയിരിക്കുന്നത്. ആ ലേക്കിൻ്റെ സർഫേസിന് തൊട്ട് താഴെ കറക്റ്റ് സെൻറ്ററിൽ പിക്ചറിലാണ് അവർ മരിച്ചു കിടക്കുന്നത്. സാധാരണ ഒരാൾ മുങ്ങി മരിച്ച എങ്ങനെയാണ്? ആ ബോഡി ആ വെള്ളത്തിൽ നിന്ന് എടുക്കും, ബെറി ചെയ്യും. എന്നാൽ ഇത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾ മുങ്ങി മരിച്ചാലോ മരിച്ചില്ലെങ്കിലോ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ബിക്കോസ് ദ വുമൺ ഈസ് സെക്കൻഡറി, മാൻ ഈസ് പ്രൈമറി ഇൻ ദ പാട്രിയാർക്കൽ സൊസൈറ്റി. വുമൺ ഈസ് ഓൾവേസ് സെക്കൻഡറി. വാട്ട് എവർ ഹാപ്പൻ ടു എ വുമൺ നോട്ട് എ പ്രോബ്ലം അറ്റ് ആൾ. അവളുടെ ബോഡി ഒന്ന് എടുക്കാനോ സംസ്കരിക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണ് അവരുടെ റൂളിൽ മാമോദീസ മുക്കുന്നൊരു പരിപാടിയില്ലേ. അതായത് എനിക്ക് അതിനെപ്പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷേ ഒരു കുട്ടീനെ മാമോദീസ മുക്കിക്കഴിയുമ്പോൾ അവരെ ആ കുട്ടിയെ പ്യൂരിഫൈ ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആവുന്നു എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് വിശ്വാസം. അതിനുശേഷമാണ് പ്യൂരിഫിക്കേഷൻ നടത്തി കുട്ടിക്ക് പേരിടുകയൊക്കെ ചെയ്യുന്നതല്ലേ, അങ്ങനെയല്ലേ. ബട്ട് ഇവിടെ അവൾ എന്താണ്, ആ വാട്ടറിൽ മുങ്ങിക്കിടക്കുകയാണ്. ബട്ട് പുറത്തെടുത്തിട്ടില്ല. സോ അവൾക്ക് പേരില്ല, ഐഡൻറ്റിറ്റി ഇല്ല, അഡ്രസ്സ് ഇല്ല, പവർ ഇല്ല, ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് എ വുമൺ. അങ്ങനെ ഒരു മീനിങ്ങും കൂടെ നമുക്ക് ഈ ഒരു ലൈൻസിന് കൊടുക്കാം. ഇനി അടുത്തത് ലൈൻസ് 19 to 26 നോക്കാം. It is difficult to say where preciously or to say how large or small I am. The effect of water on light is a distortion, but if you look long enough, eventually you will be able to see me. The penultimate section of the poem delves deeper into that image on which this is a photograph of me is based.
According to the speaker, it is difficult to locate her precise position inside the lake. In the next line, Atwood confuses readers. Here, the speakers make it clear that she cannot say how large or small she is. But from the tone, voice, seems that she can be a child. It also possible that the voice belongs to the mature person. The former conjecture seems more appropriate. In the next line, the reason for the haziness or blurry effect in this photo is stated. As the picture is taken from outside, the light reflected on the surface of water creates haziness. It makes the subject of the photo blurry. According to the speaker, this effect of light rather distorted the image. This distortion is similar to the mental image floating on a person's subconscious mind. The last 3 lines added some more information to understand what this image is all about. Atwood uses an ambiguous statement in this section. Previously, it is said that the image is not clear. Therefore, nothing can be understood properly, but merely looking at it. But now she is saying if readers are attentive enough that can visualize the image, if we go deeper into the text once more, these lines will change the perception built on the former description. It appears as if the poet is talking about the childish self of a person. As one matured, this self started submerging into the unseen depth of the subconscious mind. ഓക്കെ, എന്താണ് പോയറ്റ് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ പോയത്തിൻ്റെ പ്രീവിയസ് ലൈൻസിൽ എന്താണ് പറഞ്ഞിരുന്നത്, ഫോട്ടോയുടെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ സർഫേസിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാനുണ്ട് എന്നാണ് ആദ്യമേ സ്പീക്കർ പറഞ്ഞത് അല്ലേ. പിന്നെ സ്പീക്കർ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ ലേക്കിൽ ഞാൻ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആദ്യമേ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി നോക്കിയാൽ സ്ത്രീകൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ. സോ ഈ ലേക്ക് നമ്മൾ സൊസൈറ്റിയുടെ ഒരു സിമ്പിളായിട്ട് എടുത്താൽ മതി. ലേക്ക് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. ഈ ലേക്കിൽ ഞാൻ എവിടെയാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല, അതായത് ഈ സൊസൈറ്റിയിൽ ഞാൻ എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല. അതുപോലെ സൊസൈറ്റിയുടെ ഏത് കാര്യത്തിലാണ് സ്ത്രീകളുടെ പങ്ക് ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തതെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി ആവാം ഇൻഡയറക്റ്റ്ലി ആവാം, സ്ത്രീകളുടെ പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് അത് അംഗീകരിക്കാൻ സൊസൈറ്റിക്ക് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ സൊസൈറ്റിക്ക് പറ്റുന്നില്ല. പിന്നെ സ്പീക്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എത്രമാത്രം വലുതാണോ ചെറുതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല, കാരണം ഒരാളും എന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് എന്നെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമല്ലേ ഈ മുങ്ങിക്കിടക്കുന്ന സ്ത്രീ എത്രമാത്രം വലുതാണോ ചെറുതാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ആരും തന്നെ ആ വെള്ളത്തിനുള്ളിൽ നിന്ന് പൊക്കിയെടുക്കുന്നില്ല. അതായത് ആരും സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ലേക്കിൽ നിന്ന് ആരും ഒരു സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നില്ല. ആ സൊസൈറ്റിയിൽ നിന്ന് സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ അതിൽ മുക്കി പിടിക്കാതെ അവളെ ഫ്രീ ആയിട്ട് വിട്ടാൽ മാത്രമേ അവളുടെ കഴിവ് എത്രമാത്രം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, സമൂഹത്തിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആത്മാർത്ഥമായി അതിനുള്ള ശ്രമം നടത്തണം. അത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ എത്രമാത്രം പവർഫുള്ളാണെന്ന് കാണാൻ പറ്റാത്തത്. സ്ത്രീ എപ്പോഴും അബലയാണ് ചബലയാണ് എന്നൊക്കെ പറയും അല്ലേ, പക്ഷേ സ്ത്രീ അങ്ങനെയൊന്നുമല്ല, അവൾ പവർഫുള്ളാണ്. അവൾക്ക് അവളുടേതായ കഴിവുകൾ ഒത്തിരിയുണ്ട്, പല രീതിയിലായിരിക്കാം. അതെല്ലാം ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ സൊസൈറ്റിയിൽ അവൾ ഉയർന്നു വരും. ഓക്കെ, സാധാരണ എന്താണ് ഉണ്ടാകുക, എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ വാട്ടർ ആണ് അല്ലേ. വെള്ളത്തിൽ ലൈറ്റിൻ്റെ എഫക്റ്റാണ്, അതാണ് ശരിക്കും നടക്കുന്നത്. വെള്ളത്തിന് മീതെ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ ഒരു ഡിസ്ട്രോക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത്, എഫക്റ്റ് ഓഫ് വാട്ടർ ഓൺ ലൈറ്റ് എന്ന്. ഇവിടെ ലേക്ക് നമ്മൾ സൊസൈറ്റിയുടെ സിമ്പിളായിട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞു ആ സൊസൈറ്റിയിൽ സ്ത്രീ എന്താണ്, ഒരു മരിച്ച സ്ത്രീ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ സൊസൈറ്റിയിലും സ്ത്രീകൾ അവരുടെ വാല്യൂ മനസ്സിലാക്കാതെ മുങ്ങിക്കിടക്കുവാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. സോ ആ ഒരു വെള്ളം ലൈറ്റിൽ തട്ടുമ്പോൾ ഈ ലൈറ്റിനെ പോസിറ്റീവ് സിമ്പിളായിട്ട് എടുക്കാം. സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ലൈറ്റിനെ കാണാം. അതായത് ഈ സൊസൈറ്റി എങ്ങനെയൊക്കെയാണോ സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത്, ഓർ സൊസൈറ്റി സ്ത്രീകളുടെ ക്രിയേറ്റിവിറ്റീനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അതുവഴിയാണ് എവ്രിതിങ് ഗെറ്റ് ഡിസ്ട്രോട്ടഡ്. പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ
കൂടുതൽ സമയം നോക്കിയാൽ, ആത്മാർത്ഥമായി നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 തരം നോട്ടം ഇവിടെ പറഞ്ഞു ഇല്ലേ. ആദ്യമേ ജസ്റ്റ് ഫസ്റ്റ് നോക്കിയ ഒരു മങ്ങിയ ഫോട്ടോനെ പറ്റി പറഞ്ഞു. പിന്നെ അതിനെ സ്കാൻ ചെയ്യുക, മീൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ട്രീ കാണാം അങ്ങനെയൊക്കെ പറഞ്ഞു, റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് കാണാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു നോട്ടം. അപ്പോൾ ആദ്യം ഒരു മങ്ങിയ ഒരു ഫോട്ടോ, അതിന് ജസ്റ്റ് ഒരു നോക്കുന്നത്, പിന്നെ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇഫ് യു ലുക്ക് ലോങ് ഇനഫ് ഇവഞ്ച്വലി യു വിൽ ഏബിൾ ടു സീ മീ എന്ന്. ഓക്കെ, ഇതാണ് ഒരു റീഡിങ്. ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു പോയത്തിൽ നമുക്ക് പല രീതിയിൽ പല തരത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു പോയമാണിത്. ഒത്തിരി ഇന്നർ മീനിങ്സ് പറയുന്നൊരു പോയമാണ്. പിന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഹിസ്റ്ററി എപ്പോഴും എഴുതുന്നത് ഒരു ഹിസ്റ്ററിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. ഹിസ്റ്ററി എപ്പോഴും എഴുതുന്ന ആരാണ്? പുരുഷന്മാരാണ് അല്ലേ. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന സ്റ്റോറി അല്ലേ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സ്ത്രീകൾ എപ്പോഴും പാസീവായിട്ട് ആ ഹിസ്റ്റോറിയിൽ മുങ്ങിക്കിടക്കും. അവൻ്റെ സ്റ്റോറിയിൽ എപ്പോഴും സ്ത്രീകൾ പാസീവായിട്ട് മുങ്ങിക്കിടക്കും. എങ്ങനെ ഹിസ്റ്ററിയിൽ നിന്ന് അവർ മായ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിതിലേക്ക് ആ ഒരു രീതിയിൽ പറയാം. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ നോക്കിയേ, ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു പാസീവ് വോയിസിൻ്റെ ഷെയ്ഡ് നമുക്കിതിൽ കാണാം. അതായത് ദിസ് ഈസ് മൈ ഫോട്ടോഗ്രാഫ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്നല്ലേ. ഇതൊരു ഫോട്ടോഗ്രാഫാണ്, അല്ലെങ്കിൽ ഇത് ആരോ എടുത്ത എൻ്റെ ഫോട്ടോഗ്രാഫിൽ ഒന്നാണ്. അതായത് പറയുന്നത് ഒരു സ്ത്രീയാണ്. എന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ട്, റൂമേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഫ്രജൈലാണ്, എർത്ത്ലി ലൈക്കാണ്, ദേവിയാണ്, അമ്മയാണ്, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. എക്സ്ട്രീം റെപ്രസെൻറ്റേഷനാണ് പറയുന്നത്. ഭയങ്കര സ്ത്രീയെപ്പറ്റി ഭയങ്കര ഗ്ലോറിഫിക്കേഷനൊക്കെ നടത്തിയാണ് പറയുന്നത്. ഭൂമിയാണ്, ദേവിയാണ്, എക്സെട്ര. നമ്മുടെ പഴയ ഒരു സോങ് ഇല്ലേ മമ്മൂട്ടിയുടെ, മറ്റേ പൂമുഖവാതിൽക്കൽ സ്നേഹം വിളമ്പുന്ന തുളുമ്പുന്ന പൂന്തിങ്കളാവുന്ന ഭാര്യ. എനിക്ക് പാട്ടോടാന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെയില്ല, അതിൻ്റെ ലൈൻസ് ഒന്ന് നോക്കിയേ. അതിൻ്റെ ലൈൻസ് നോക്കിയാൽ നമുക്കറിയാം സ്ത്രീയെപ്പറ്റി ഭയങ്കര ഇങ്ങനെ അവളുടെ കടമകളെ പറ്റിയും അവളെപ്പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞേക്കുക. ഇതൊന്നും പുരുഷന്മാർക്ക് പറ്റത്തില്ലേ? ഓക്കെ, അങ്ങനെ സ്ത്രീയെ പറ്റി അവളെ അങ്ങനെ ഒത്തിരി പൊക്കി പറഞ്ഞ് സ്ത്രീക്ക് സ്വന്തം അഭിപ്രായം പറയാനോ ഒന്നും പറ്റാത്ത രീതിയിൽ ഒരു ദേവസ്ത്രീയെ പോലെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം എന്നുള്ളത് ഇമേജ് കൊടുത്താണ് നിർത്തിയേക്കുന്നത് അല്ലേ. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ കഥാപാത്രം തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയാൽ അവൾ തൻ്റെടിയായിട്ട് മാറും, അഹങ്കാരിയായിട്ട് മാറും, ഫെമിനിസ്റ്റായിട്ട് മാറും അല്ലേ. ഇവിടെ തൻ്റെടി എന്ന് പറയുന്ന ഒരു നെഗറ്റീവായിട്ടാണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. അതേസമയം അത് പുരുഷന്മാരാണ് സംസാരിച്ചാൽ അവൻ ഭയങ്കര ബോൾഡാണ്, കറേജിയസ് ആണ് അല്ലേ. ബട്ട് ഈ ക്വാളിറ്റീസ് സ്ത്രീകൾക്ക് ഉണ്ടായാൽ അവൾ ഭയങ്കര തൻ്റെടിയാവും. ഓക്കെ, ഈ പോയാൽ നമുക്ക് പല ലെയേഴ്സ് ഓഫ് റീഡിങ് നടത്താം. അപ്പോൾ ലേക്കിനെ സൊസൈറ്റിയുടെ സിമ്പിളായി വായിക്കാം. അതിൽ മുങ്ങിയ അവസ്ഥയിലാണ് സ്ത്രീകളുള്ളത്, അവരുടെ കോൺട്രിബ്യൂഷൻ അക്നോളജ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറയാം. അതേപോലെ മറ്റൊരു രീതിയിൽ വായിക്കാം, അതായത് കനേഡിയൻ ലാൻഡ്സ്കേപ്പിൽ മുങ്ങിപ്പോയി രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ മുങ്ങിപ്പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ. അവരുടെ ഐഡൻറ്റിറ്റി ലോസ് ഫോർ എവർ, അവരുടെ ഐഡൻറ്റിറ്റി എന്നേക്കുമായി നഷ്ടപ്പെടുന്നു ആൻഡ് നെവർ ബി റിക്കവേർഡ്. അതുപോലെ ഹിസ്റ്ററി എപ്പോഴും പുരുഷന്മാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പുരുഷന്മാരുടെ വിഷനാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. സോ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യുന്നില്ല, അക്നോളജ് ചെയ്യപ്പെടുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വായിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള പോയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു ഫെമിനിസ്റ്റ് പോയമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു